മുന്നോട്ട് പോയപ്പോഴാണ് സോക്രട്ടീസിനെ വിഷപാനീയം കുടിച്ചുകൊണ്ടുള്ള മരണം ഏതൻസിലുള്ള പ്രഭുവർഗം വിധിച്ചത്. മഹാനായ യേശുവിനെ കുറിച്ച്, ഈസാ പ്രവാചകനെ കുറിച്ച് ബൈബിളും വിശുദ്ധ ഖുർആനും സംസാരിക്കുന്നുണ്ട്. യേശുവിനെ കുരിശിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ പ്രതിയോഗികൾ, റോമൻ ഭരണകൂടവും ജൂത പൗരോഹിത്യവും പരസ്പരം കൈകോർത്തു പിടിച്ചുകൊണ്ട് യേശുവിനെ കുരിശിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയത് യേശു ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് റോമൻ ഭരണകൂടത്തിനെതിരെയും ജൂത പൗരോഹിത്യത്തിനെതിരെയും ഒരു സായുധ കലാപത്തിന് ആഹ്വാനം ചെയ്തത് കൊണ്ടായിരുന്നില്ല. മറിച്ച് വിശുദ്ധമായ മതദർശനങ്ങളുടെ വിശുദ്ധി സംരക്ഷിക്കുന്നതിന് പകരം ആ മതത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുകയും ജനങ്ങളുടെ സ്വത്തപഹരിക്കുകയും ചെയ്ത ബെത്ലഹേമിന്റെ പരിസരത്ത് താമസിക്കുന്ന ജൂത പുരോഹിതന്മാരുടെ മുഖത്ത് നോക്കിക്കൊണ്ട്, പുരോഹിതന്മാരെ, നിങ്ങൾ വെള്ളതേച്ച ശവക്കല്ലറകളോടൊത്തിരിക്കുന്നു, നിങ്ങളുടെ പുറമെ അഴകുള്ളതും വേടിയുള്ളതുമാണ് എങ്കിലും നിങ്ങളുടെ അകമേ ജീർണിച്ച എല്ലിൻ കഷ്ണങ്ങളും അസ്ഥികൂടങ്ങളുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൗരോഹിത്യത്തിന്റെ ജീർണതക്കെതിരെ യേശു ശബ്ദിക്കുകയുണ്ടായി. റോമൻ ഭരണകൂടത്തിന്റെ അക്രമത്തിലും അനീതിയിലും അധർമ്മത്തിലും അധിഷ്ഠിതമായ സംവിധാനങ്ങൾക്കെതിരെ യേശു അതിശക്തമായ വിമർശനങ്ങൾ ഉയർത്തി വരികയുണ്ടായി. യേശുവിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആർക്കും സാധിച്ചില്ല. അവസാനം യേശുവിന് കുരിശു മരണം അവർ വിധിച്ചു. കുരിശിലേറ്റിക്കൊണ്ട് ആ മഹാപ്രവാചകരെ കൊല്ലാൻ അവർക്ക് സാധിച്ചില്ലെങ്കിലും അദ്ദേഹത്തെ അവർ കുരിശിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി എന്നതാണ് ചരിത്രം. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വന്തം നാടും വീടും ഉപേക്ഷിക്കേണ്ടി വന്നതും അദ്ദേഹം ഒരാദർശത്തെ പ്രബോധനം ചെയ്തത് കൊണ്ടാണ്. ഒരാദർശത്തെ ലോകത്തിന് മുമ്പിൽ പ്രബോധനം ചെയ്യുക എന്ന പ്രവൃത്തി തന്നെയാണ് ലോകത്തിന്ന് വരെ ജീവിച്ച എല്ലാ മഹാന്മാരും ചെയ്തത്. ഗാന്ധിജി ആണെങ്കിലും അതുപോലെ തന്നെ മാർക്സ് ആണെങ്കിലും എന്ന് വേണ്ട ലോക ചരിത്രത്തിൽ ജീവിച്ച എല്ലാ മഹാന്മാരും അവര് തങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന വിശ്വാസ പ്രമാണങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പ്രബോധനം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രബോധന പ്രവർത്തനങ്ങളിലൂടെയാണ് മതങ്ങൾ ലോകത്ത് വികസിച്ചത്. ഇവിടെ മതപരിവർത്തനത്തെ കുറിച്ച് ബേജാറാകുന്നവരുണ്ട്. മതപരിവർത്തനം എന്ന് പറഞ്ഞാല് അതൊരു ഭീകരമായ കൃത്യമാണ് എന്ന സ്വഭാവത്തിലെ മനസ്സിലാക്കുന്നവരുണ്ട്. അവരോട് വിനയത്തോടു കൂടി ചോദിക്കട്ടെ, ലോകത്തെ യേശുവിന്റെ കാലഘട്ടത്തിൽ പോലും ബെത്ലഹേമിന്റെ പരിസരത്ത് മാത്രം തളച്ചെടുക്കപ്പെട്ട ഒരു ക്രൈസ്തവ മതം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പടർന്നു പന്തലിച്ചത് മതപരിവർത്തനത്തിലൂടെയല്ലേ? ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ മഹത്തായ രാജ്യമുണ്ട്. ഈ രാജ്യത്ത് തന്നെ ജന്മം കൊണ്ട രണ്ട് പ്രസിദ്ധങ്ങളായ മതങ്ങൾ ഉണ്ടായിരുന്നു, ബുദ്ധമതവും ജൈനമതവും. ഈ രണ്ട് മതങ്ങൾക്കും എന്ത് സംഭവിച്ചു സഹോദരന്മാരെ? ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യത്തെ വളർന്ന് പടർന്ന് പന്തലിച്ച ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ രാജഭരണകൂടങ്ങളുടെ പോലും മനസ്സിനെ മാറ്റിത്തിരുത്തിക്കൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും സ്വീകാര്യമായ ഒരു മതമായി പടർന്ന് പന്തലിച്ച ഈ ബുദ്ധ ജൈന മതങ്ങളെ പിൽക്കാലത്തെ ബ്രാഹ്മണ മേധാവിത്വം അവര് ഭീകരമായി നേരിടുകയും അങ്ങനെ ആ മതം തന്നെ ഇന്ത്യയിൽ നിന്ന് നിഷ്ക്രമിച്ചു പോവുകയും ചെയ്തു എന്ന് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിൽ തന്നെ ക്രിസ്തു വർഷം 6-7 നൂറ്റാണ്ടിൽ മറാഠി ബ്രാഹ്മണന്മാർ കേരളത്തെ ആക്രമിച്ചതിന് ശേഷമാണ് കേരളത്തിലുള്ള ഒരുപാട് ബുദ്ധ മത കേന്ദ്രങ്ങൾ ഒന്നടങ്കം തന്നെ ഇവിടെ നഷ്ടപ്പെട്ടു പോയത് എന്നും കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ മതപരിവർത്തനം ഉണ്ടായിട്ടാണ് ബുദ്ധ ജൈന മതങ്ങൾ ഒന്നടങ്കം തന്നെ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും നിഷ്കാസനം ചെയ്യപ്പെട്ടത് എന്നും ഏതൊരു ചരിത്ര പുസ്തകവും വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. മതപരിവർത്തനം സ്വാഭാവികമാണ്. പക്ഷെ നിർബന്ധിച്ചുകൊണ്ടും ബലം പ്രയോഗിച്ചുകൊണ്ടും ഇവിടെ ബ്രാഹ്മണ മേധാവികളെ ഇവിടെയുള്ള ബുദ്ധ ജൈന മതത്തിനെതിരെ ചെയ്തതുപോലെ അതുപോലെ തന്നെ കേരളത്തിലെ മറാഠി ബ്രാഹ്മണന്മാർ കേരളത്തിനെതിരെ നടത്തിയതുപോലെയുള്ള സംഘടിതമായ ആക്രമണത്തിലൂടെയുള്ള മതപരിവർത്തനമാണ് എതിർക്കപ്പെടേണ്ട മതപരിവർത്തനം. അല്ലാതെയുള്ള മനുഷ്യ മനസ്സിനോട് സംവദിച്ചുകൊണ്ട് മനുഷ്യനെ ഒരാശയത്തിലേക്ക് പ്രബോധനം ചെയ്തുകൊണ്ടുള്ള മതപരിവർത്തനം എന്ന് പറഞ്ഞാല് ചരിത്രത്തിലെ എല്ലാ കാലത്തും നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പരിവർത്തനത്തിലൂടെയാണ് മനുഷ്യ സചരിത്രം മുന്നോട്ട് സഞ്ചരിച്ചത്. ഇതൊരു വസ്തുതയാണ്. ഈ വസ്തുത വിസ്മരിച്ചുകൊണ്ടാണ് മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു പ്രോസസ് ഇവിടെ നടക്കുന്നത്. അതിൽ വ്യത്യസ്ത മതങ്ങളുണ്ട്. ഹിന്ദുക്കൾ മുസ്ലിങ്ങളാകുന്നുണ്ട്, മുസ്ലിങ്ങൾ ഹിന്ദുവും ക്രിസ്ത്യാനി
ക്രിസ്ത്യാനിയുമാകുന്നുണ്ട്, ക്രിസ്ത്യാനികളും അങ്ങോട്ടും ഇങ്ങോട്ടുമാകുന്നുണ്ട്. ഇങ്ങനെയുള്ള മതപരിവർത്തനവും മനപരിവർത്തനവും ഒക്കെ ലോകത്ത് നടക്കുന്നു, ഇന്ത്യയിൽ നടക്കുന്നു. പക്ഷേ ഈ മതപരിവർത്തനത്തെ അങ്ങനെ അഭിമുഖീകരിക്കുന്നതിന് പകരം പണം കൊടുത്തുകൊണ്ടോ ശക്തി ഉപയോഗിച്ചുകൊണ്ടോ ഉള്ള മതപരിവർത്തനം എല്ലാ ധർമ്മ സംഹിതയനുസരിച്ചുകൊണ്ടും തെറ്റായ മതപരിവർത്തനം തന്നെയാണ്. പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആൻ മതങ്ങളെ കുറിച്ച് പറയുമ്പോൾ ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരം പാടില്ല എന്നും ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ, ഇഷ്ടമുള്ളവനെ ദൈവത്തിൽ വിശ്വസിച്ചു കൊള്ളട്ടെ, ഇഷ്ടമുള്ളവൻ ദൈവത്തെ നിഷേധിച്ചു കൊള്ളട്ടെ. വലൗ ശാ അല്ലാഹു ലജഅലകും ഉമ്മത്തൻ വാഹിദ, അല്ലാഹു ഈ ദൈവം തമ്പുരാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങളെ ഒരൊറ്റ ജനതയാക്കുമായിരുന്നു, പക്ഷേ നിങ്ങൾ ഭിന്ന വിഭാഗങ്ങളായി മാറി എന്നൊക്കെ ഖുർആൻ പറയുമ്പോൾ മനുഷ്യന്റെ സ്വന്തം ജീവിതത്തെ തീരുമാനിക്കാനുള്ള, സ്വന്തം ആശയം തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യത്തെയാണ് വിശുദ്ധ ഖുർആൻ അടിവരയിടുന്നത്. ഈ സ്വാതന്ത്ര്യമാണ് മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും രോമാഞ്ചജനകമായ, ഏറ്റവും ആഹ്ലാദകരമായ ഒരു വശം. മനുഷ്യന് ഈ സ്വാതന്ത്ര്യമില്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു അസ്തിത്വത്തിന്റെ പ്രസക്തിയില്ലാതാകും. ഇങ്ങനെ ആളുകളെ സ്വന്തം ഇഷ്ടപ്രകാരം മതം മാറുന്നതിനെയൊക്കെ വേറെ ഏതോ താല്പര്യങ്ങളുള്ള ഒരു മതം മാറ്റമായി ചിത്രീകരിക്കുന്നവർ യഥാർത്ഥത്തില് മനുഷ്യന്റെ സ്വതന്ത്ര ചിന്തയെ ഇൻസൾട്ട് ചെയ്യുകയാണ്, മനുഷ്യന്റെ വ്യക്തിത്വത്തെ ഇൻസൾട്ട് ചെയ്യുകയാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതിനേക്കാൾ ഭീകരമായ ഒരു കാര്യമാണ്. മതപരിവർത്തനത്തോടെ മതവുമായി ഒരു ബന്ധവുമില്ലാത്ത നാർക്കോട്ടിക്കിനെയും അതുപോലെ തന്നെ മയക്കുമരുന്നിനെയും ഒക്കെ ചേർത്തുകൊണ്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലേക്കുള്ള മതപരിവർത്തനത്തിനുള്ള ബോധപൂർവമായ ശ്രമം ഇവിടെ ഉണ്ടാകുന്നു എന്നും, മയക്കുമരുന്ന് നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള ലഹരി വസ്തുക്കൾ നൽകിക്കൊണ്ട് മതപരിവർത്തനം നടത്തുന്നു എന്നൊക്കെ പറയുകയാണ്. ഇത് പറയുമ്പോൾ സ്വാഭാവികമായും ഇവിടെ സംഭവിക്കുക അതല്ല എന്ന് പറയാൻ മാത്രമല്ല, ഇത് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് മയക്കുമരുന്നിലൂടെ മതപരിവർത്തനം എന്ന് പറയുമ്പോൾ, മയക്കുമരുന്ന് എന്ന് പറഞ്ഞ ലഹരി പദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞ, നാം ജീവിക്കുന്നത് കേരളത്തിലാണ്. ലോകത്ത് തന്നെ ലഹരിക്കും മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു ആദർശമുണ്ടെങ്കിൽ ആ ആദർശത്തിന്റെ പേരാണ് ഇസ്ലാം. കേരളത്തിൽ അബ്കാരി മുതലാളിമാർ ആരാണ്? കേരളത്തിൽ എത്ര മുസ്ലിം അബ്കാരി മുഖ്യമന്ത്രി ഇന്നലെ മതം തിരിച്ചുകൊണ്ടുള്ള 2 ദിവസം മുമ്പ് മതം തിരിച്ചുകൊണ്ടുള്ള ഒരു കണക്ക് പുറത്തുവിട്ടു. ഈ കണക്ക് തന്നെ അബദ്ധജടിലമാണ്. മതം തിരിക്കുന്നതിന് എന്തർത്ഥമുള്ളത്? മതത്തിൽ വിശ്വസിക്കാത്ത നിരീശ്വരവാദിയും മതത്തിനെതിരെ കൊമ്പുകോർക്കുന്ന, മതത്തിനെതിരെ തെരുവിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന മതവിരുദ്ധരുമൊക്കെ SSLC ബുക്കിലും റേഷൻ കാർഡിലും അവന്റെ മതമായിട്ടൊരു മതം അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും. ഈ മതം പറഞ്ഞിട്ട് ഇങ്ങനെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നതിന് അബദ്ധമാണ്. ഇനി മതം പറയാൻ തീരുമാനിച്ചാലേ കേരളത്തിൽ ആരാണ് അബ്കാരി മുതലാളിമാർ? കേരളത്തിലെ മദ്യപ്പുഴ ഒഴുക്കിക്കൊണ്ട് കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തിൽ ബോധമുള്ള മനുഷ്യന്റെ എണ്ണം കുറയ്ക്കണമെന്ന് തീരുമാനിച്ചവർ ആരാണ്? എത്ര പേരുണ്ട് അതിൽ? മുസ്ലിങ്ങള്. എത്ര പേരുണ്ട് മറ്റുതര ജനവിഭാഗങ്ങൾ? മദ്യത്തിനെതിരെ പോലും കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, മതചടങ്ങുകളിൽ പോലും മദ്യസൽക്കാരം ഒരു വിശുദ്ധ കർമ്മമായി ആഘോഷിക്കുന്നവരാണ്. മയക്കുമരുന്ന് നൽകിക്കൊണ്ടൊക്കെ മദ്യവും മയക്കുമരുന്നുമൊക്കെ നിഷിദ്ധമാണ് എന്നും ഹറാമാണ് എന്നും അത് ഉപയോഗിക്കരുത് എന്നും പഠിപ്പിക്കുന്ന ഒരു മഹത്തായ മതത്തെ ഇവിടെ ബോധപൂർവം അവഹേളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. ഇവിടെ നിർത്തിയില്ല. ഇന്ത്യയിലെ തന്നെ മയക്കുമരുന്നിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ മയക്കുമരുന്നിനെ കുറിച്ചും കറുപ്പിനെ കുറിച്ചും ഒക്കെ സംസാരിച്ചത് കൊണ്ട് ചില ചരിത്രം കൂടി ഇവിടെ നമ്മൾ യഥാർത്ഥത്തിൽ വായിക്കുന്നത് നന്നായിരിക്കും. ഇന്ത്യയിൽ തന്നെ മയക്കുമരുന്നിന്റെ വേറൊരു രൂപമായി അറിയപ്പെടുന്ന അല്ലെങ്കിൽ മനുഷ്യരുടെ മയക്കുമരുന്ന് പോലെയുള്ള വസ്തുക്കളെ ഇന്ത്യയിൽ തന്നെ ആദ്യമായി വരുന്നത് പോലും, ഇന്ത്യയിൽ വ്യാപകമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പോലും കൊളോണിയൽ കാലഘട്ടത്തിലാണ് എന്ന് ഇന്ത്യയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. കറുപ്പ് എന്ന് പറയുന്നത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരെ ഇന്ത്യ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലെ ബ്രിട്ടീഷുകാരൻ ചൈനയിൽ നിന്ന് ചായ വാങ്ങിയപ്പോഴേ ചൈനക്കാർക്ക് പകരം നൽകാൻ ബ്രിട്ടീഷുകാരുടെ കൈവശം ഒന്നും ഉണ്ടായിരുന്നില്ല. അതിന് പരിഹാരമായിട്ട് ബ്രിട്ടീഷുകാരെ ഇന്ത്യയിലെ കറുപ്പ് കൃഷി ചെയ്യാന് ഇന്ത്യക്കാരെ നിർബന്ധിച്ചു, ഇന്ത്യൻ കർഷകരെ നിർബന്ധിച്ചു. എന്നിട്ട് ഇന്ത്യയിൽ നിന്ന് നിർബാധം കറുപ്പ് ചൈനയിലേക്ക് ബ്രിട്ടീഷുകാർ കയറ്റുമതി ചെയ്തു. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്ത കറുപ്പ് ചൈനയിൽ കറുപ്പ് കൃഷി അനുവദനീയമായിരുന്നില്ല.
പക്ഷേ ബ്രിട്ടീഷുകാർ കറുപ്പ് കയറ്റുമതി ചെയ്ത ആദ്യഘട്ടത്തിലെ ചൈന അതിനെതിരെ ഒരു നിലപാട് സ്വീകരിച്ചില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ചീനക്ക് മനസ്സിലായി ബ്രിട്ടീഷുകാരന്റെ കറുപ്പിന് അടിപ്പെട്ട് ചൈനക്കാരുടെ സ്വബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ചൈന കറുപ്പ് കൃഷിയും കറുപ്പിന്റെ വിൽപ്പനയും നിരോധിച്ചപ്പോഴേ ഇതിനോടുള്ള പ്രതികരണം എന്ന അർത്ഥത്തിലാണ് ലോക ചരിത്രത്തിലെ 1840-42 ഈ കാലഘട്ടത്തിൽ കറുപ്പ് യുദ്ധം എന്ന പേരിൽ ഒരു യുദ്ധമുണ്ടായത്. മുസ്ലിങ്ങൾക്കെതിരെ ആക്രോശം നടത്തുന്നതിന് മുമ്പ് ഇവിടെയുള്ള പാതിരിമാരെ ബ്രിട്ടീഷുകാരന്റെ ഈ ചരിത്രമൊക്കെ ഒന്ന് വായിച്ചു നോക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 1840-42 ഈ കാലഘട്ടത്തിലെ ഒന്നാം കറുപ്പ് യുദ്ധവും രണ്ടാമത് 1858-60 രണ്ടാം കറുപ്പ് യുദ്ധവും ചൈന ബ്രിട്ടീഷുകാരുടെ കറുപ്പ് വിൽക്കുന്ന ഈ പ്രവണതക്കെതിരെ പ്രതികരിച്ചപ്പോൾ ചൈനയിൽ കറുപ്പ് കൃഷി യഥേഷ്ടം വിറ്റഴിക്കാനുള്ള അനുവാദം വേണമെന്ന പേരില് ബ്രിട്ടീഷുകാർ നടത്തുകയുണ്ടായി. കോളനി യജമാനന്മാർ നടത്തുകയുണ്ടായി. ഈ കോളനി യജമാനന്മാരുടെ പാദസേവകരായ ആളുകളെ ഇന്ന് കറുപ്പ് ജിഹാദിനെ കുറിച്ച് വിശ്വാസികളെ പഠിപ്പിക്കാൻ വരരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അവിടെയൊന്നും നിന്നില്ല. ചൈനയുടെ പല ഭാഗങ്ങളും ഹോങ്കോങ് പോലെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങൾ ബ്രിട്ടനിന്റെ കൈവശം വന്നതുപോലും ഈ കറുപ്പ് യുദ്ധത്തിന് ശേഷമാണ് എന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബലാത്കാരമായി കറുപ്പിന്റെ സ്വതന്ത്ര വ്യാപാരം ഉറപ്പുവരുത്തുക എന്നത് കോളനി കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരൻ ചെയ്ത പണിയായിരുന്നു. അഫ്ഗാനിസ്ഥാനിലും കറുപ്പ് കൃഷി ഉണ്ടായിട്ടുണ്ട്, മ്യാൻമറിൽ കറുപ്പ് കൃഷി ഉണ്ടായിട്ടുണ്ട്. ഈ കറുപ്പ് കൃഷിയുടെ എല്ലാം തന്നെ പിന്നിൽ സാമ്രാജ്യത്വ ശക്തികളുടെ കൃത്യമായ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. 1990 അഫ്ഗാനിസ്ഥാനിലെ അന്നത്തെ ഒളിപ്പോരാളിയായിരുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ് കൊല്ലപ്പെട്ടതുപോലും കറുപ്പ് കൃഷി എന്ന് പറഞ്ഞാല് അത് ഹറാമാണ്, അത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചാരണത്തിന് അദ്ദേഹം നേതൃത്വം കൊടുത്തത് കൊണ്ടാണ്. ഇങ്ങനെയുള്ള ചരിത്രമൊക്കെ ഉണ്ടായിരിക്കുകയാണ് കറുപ്പ് കൃഷിയുടെയും മയക്കുമരുന്നിന്റെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് ഒരു സമൂഹത്തെ ഇവിടെ പ്രശ്നവൽക്കരിക്കാനും ഒരു സമൂഹത്തെ കുറിച്ച് ഭീതി പ്രചരിപ്പിക്കാനും ഇവിടെ ശ്രമിക്കുന്നത്. ഈ പ്രചാരണത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം കറുപ്പിനെ കുറിച്ച് സംസാരിക്കൽ മാത്രമല്ല, മറിച്ച് ഇവിടെ വ്യത്യസ്ത നാഗരികതയായ ഒരു ഇസ്ലാം മനുഷ്യന്റെ ജീവൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന, മനുഷ്യരുടെ ജീവൽ പ്രശ്നങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, ഈ ലോകത്തെ അടിച്ചമർത്തപ്പെട്ടവന്റെയും ദുരിതമനുഭവിക്കുന്നവന്റെയും നീതി നിഷേധിക്കപ്പെടുന്നവന്റെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പടപൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരു ഇസ്ലാം ഇന്ന് ലോകത്തെ ശക്തിയാർജിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. സാമ്രാജ്യത്തെ ശക്തികൾക്കെതിരെ പടക്കളത്തിൽ പോരടിച്ചു നിൽക്കാൻ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലുള്ള അനീതിയുടെയും അക്രമികളുടെയും കൈക്ക് പിടിക്കാൻ പോലും കരുത്തുള്ള ഒരു ദർശനം എന്ന അർത്ഥത്തില് ഇസ്ലാം ലോകത്ത് വ്യാപകമായ പ്രചാരണം നേടിക്കൊണ്ടിരിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ്. ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഇസ്ലാം സ്വീകാര്യത നേടിക്കൊണ്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഇസ്ലാമിനെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാല് മനുഷ്യ സമൂഹം പൊതുവായി എതിർക്കുന്ന, മനുഷ്യ സമൂഹം ഒരർത്ഥത്തിലും പിന്തുണക്കാൻ സാധ്യതയില്ലാത്ത മയക്കുമരുന്ന്, ഭീകര പ്രവർത്തനം, കൊലപാതകം തുടങ്ങിയ തെറ്റായ നടപടിക്രമങ്ങളോടൊപ്പം ഇസ്ലാമിനെ ചേർത്തു പറയലാണ് എന്ന് ഇരുട്ടിന്റെ ശക്തികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ്, അങ്ങനെയുള്ള ചില ബോധപൂർവമായ ആലോചനകളുടെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാമിനെ കുറിച്ചുള്ള ഈ സ്വഭാവത്തിലുള്ള തെറ്റിദ്ധാരണകളും വിദ്വേഷ പ്രചാരണങ്ങളും നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലാകട്ടെ ഈ വിദ്വേഷ പ്രചാരണത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റായ കേരളത്തിലെ കഴിഞ്ഞ കുറെ കാലമായി നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ സന്തുലിതത്വമുണ്ട്. ആ സന്തുലിതത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് കേരളത്തിലെ ഒരു നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞാല് ഒരു പാർട്ടി അധികാരത്തിൽ വരും, അടുത്ത ഇലക്ഷനിലെ അവര് പ്രതിപക്ഷത്താകും, പ്രതിപക്ഷം ഭരണകക്ഷിയാകും. ഇങ്ങനെയുള്ള ഒരു നീണ്ട പ്രക്രിയയാണ് കേരളത്തിലെ കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി നടന്നു വരുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ സ്ഥിരമായി അധികാരം നിലനിർത്താൻ വേണ്ടി
ഭരണം എന്നെന്നും നിലനിർത്താൻ വേണ്ടി എന്തുണ്ട് മാർഗമെന്ന അന്വേഷണത്തെ തുടർന്നാണ് കേരളത്തിലെ ഭരണകക്ഷി ഇത്തരം പ്രചാരണങ്ങളെ ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത്. കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി അഥവാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭവിക്കുന്ന ചില പ്രതിസന്ധികളുണ്ട്. അതിലൊന്നാമത്തെ പ്രതിസന്ധി മാർക്സത്തിന്റെ ദാർശനിക രൂപവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയാണ്. മാർക്സിസം അടിസ്ഥാനപരമായി മതത്തെയോ മതമൂല്യങ്ങളെയോ അംഗീകരിക്കുന്നില്ല. മതരഹിതമായ ഒരു സൊസൈറ്റിയെ ലോകത്ത് ഉണ്ടാക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാശയമാണ്, ഒരാദർശമാണ് യഥാർത്ഥത്തിൽ മാർക്സിസം. ഭൗതിക സാഹചര്യങ്ങളാണ് ആശയങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി തീരുന്നത് എന്നും ഭൗതിക സാഹചര്യങ്ങൾ മാറിയാലേ ജനങ്ങളുടെ ആശയങ്ങളും മാറുമെന്നും തെറ്റായ ഒരു ഭൗതിക സാഹചര്യത്തിലാണ് മതങ്ങൾ ലോകത്തുത്ഭവിച്ചത് എന്നും ഈ സാഹചര്യങ്ങളൊക്കെ മാറി ശാസ്ത്രവും സാങ്കേതിക വിദ്യയും പുരോഗതിയും ഒക്കെ ഉള്ള ഒരു ലോകഘടനയിലേക്ക് മനുഷ്യൻ എടുത്തെറിയപ്പെടുമ്പോഴേ മനുഷ്യൻ സ്വാഭാവികമായും അവന്റെ മതവിശ്വാസത്തെയും വലിച്ചെറിയും എന്നാണ് കാൾ മാർക്സും ഏംഗൽസും ഒക്കെ മതത്തെക്കുറിച്ച് നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചനം. കേരളത്തിലും മാർക്സിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും കേരളവും എന്ന് പറഞ്ഞാല് മതവിശ്വാസികൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു സാമൂഹിക ഘടനയാണ്. മതവിശ്വാസികൾക്ക് ഭൂരിപക്ഷമുള്ള, മതവിശ്വാസികൾക്ക് ആധിപത്യമുള്ള, മതവിശ്വാസികൾ കൂടുതലായി ഇടകലർന്ന് ജീവിക്കുന്ന ഒരു സൊസൈറ്റിയിലെ മതത്തെക്കുറിച്ച മാർക്സിസത്തിന്റെ ദാർശനികമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുകയാണ് എങ്കിൽ അതിനനുകൂലമായ ഒരു വോട്ടും കിട്ടുകയില്ല എന്ന് കമ്മ്യൂണിസ്റ്റുകൾക്കറിയാം. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകളുടെ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളുടെ എക്കാലത്തെയും താത്വികാചാര്യനായ ശ്രീമാൻ EMS നമ്പൂതിരിപ്പാട് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, മതത്തിനെതിരെ സഖാക്കൾ നടത്തേണ്ട യുദ്ധം യുക്തിവാദികൾ നടത്തുന്നത് പോലെയുള്ള യുദ്ധമല്ല. യുക്തിവാദികളെ മതത്തിനും മതവിശ്വാസത്തിനും എതിരെ തെരുവിൽ ആക്രോശിച്ചുകൊണ്ട് മുന്നേറുമ്പോഴേ മതത്തിനും മതവിശ്വാസത്തിനുമെതിരെ യുക്തിവാദികൾ പറയുന്നത് പോലെ നിങ്ങൾ സംസാരിക്കരുത്. അടിസ്ഥാനപരമായി ഭൗതികവാദമാണ് കമ്മ്യൂണിസത്തിന്റെ ഹരിശ്രീ. ഭൗതികവാദം എന്ന് പറഞ്ഞാല് ആശയവാദത്തിന്റെ വിപരീതമാണ്. മതങ്ങളെല്ലാം പ്രതിനിധീകരിക്കുന്നത് ആശയവാദത്തെയാണ്. ആശയവാദത്തിന്റെ വിപരീതമായ ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റുകളെ സ്വാഭാവികമായും യുക്തിവാദികളെ പോലെ മതത്തിനെതിരെ ഉറഞ്ഞു തുള്ളിയാല് മതവിശ്വാസികളുടെ പിന്തുണ നമുക്ക് ലഭിക്കില്ല. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകൾക്ക് സ്വീകരിക്കാൻ സാധിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാല് അടവ് നയമാണ്. ആ അടവ് നയം എന്താണ് എന്നുകൂടി മഹാനായ ഈ സഖാവ് EMS വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിലൂടെയും ചോദ്യോത്തര പങ്ക്തികളിലൂടെയും കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ആ അടവ് നയം എന്ന് പറഞ്ഞാല് മതവിശ്വാസികളോടൊപ്പം ചേരുക, മതവിശ്വാസികളോടൊപ്പം ചേരുക, മതവിശ്വാസികളെ പാർട്ടി ഘടനയിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ കാലക്രമേണ മതവിശ്വാസികളെ അവരുടെ വിശ്വാസത്തിൽ നിന്നും അവരുടെ ആചാരങ്ങളിൽ നിന്നും അവരുടെ സമ്പ്രദായങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ചുകൊണ്ട് മതരഹിതരാക്കി മാറ്റുക എന്ന ഒരു അജണ്ടയായിരുന്നു തുടക്കത്തില് മാർക്സിസ്റ്റുകൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ മാർക്സിസ്റ്റുകളുടെ ഈ അജണ്ട കേരളത്തിൽ മാത്രമല്ല ലോകത്തൊരിടത്തും ഇസ്ലാമിന്റെ കാര്യത്തിൽ വിജയിച്ചില്ല. മതത്തെ ഉന്മൂലനം ചെയ്യാനുള്ള, മതത്തെ നിഷ്ക്രിയമായ ഒരു ആചാരമാക്കി പരിമിതപ്പെടുത്താനുള്ള, അങ്ങനെ മതത്തിന്റെ വിമോചന പരതയുള്ള ഉള്ളടക്കങ്ങളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള, നിർവീര്യമാക്കാനുള്ള മാർക്സിന്റെ ശ്രമങ്ങളെ ചരിത്രത്തിൽ വിജയിച്ചില്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളെ കഴിഞ്ഞ 7 പതിറ്റാണ്ടിലധികമായി കേരളത്തിൽ പ്രവർത്തിച്ചിട്ടും കേരളത്തിലെ അവർക്ക് പരിമിതരായ ഒരു വിഭാഗത്തെ മാത്രമാണ് മുസ്ലിം സമൂഹത്തിൽ നിന്ന് ലഭിച്ചത്. മുസ്ലിം സമൂഹത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ചവരാകട്ടെ അവർ തികഞ്ഞ മതനിഷേധികളായിരുന്നു. മതത്തോട് അല്പമെങ്കിലും ചായ്വുള്ള, മതത്തോട് പ്രതിബദ്ധതയുള്ള, മതവിശ്വാസത്തോട് കൂറുള്ള, മതമാണ് തനിക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആശയമെന്ന് വിശ്വസിക്കുന്ന ആളുകള് വോട്ട് ചെയ്യാൻ ചിലപ്പോഴൊക്കെ കമ്മ്യൂണിസ്റ്റുകൾക്ക് വോട്ട് ചെയ്തു എന്ന് മാറ്റി നിർത്തിക്കഴിഞ്ഞാല് മാർക്സ് വിഭാവന ചെയ്തതുപോലെ, EMS കണക്ക് കൂട്ടിയതുപോലെ മതത്തെ കാലക്രമേണ ഭൗതികവാദത്തിന്റെ ഇരുമ്പ് തണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഭൗതികവാദത്തിന്റെ ഈ ഐസ്ക്രീം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മതത്തെ നിർവീര്യമാക്കാമെന്ന മാർക്സിന്റെ സ്വപ്നങ്ങളെ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ സംഭവിച്ചില്ല. ഒന്നാമതായി. രണ്ടാമതായി, മാർക്സത്തിനെതിരെ
മാർക്സത്തെക്കാൾ അത്യുജ്വലമായ വിമോചനപരതയുള്ള ഉള്ളടക്കത്തോടുകൂടി കേരളത്തിലെ ജീവൽ പ്രശ്നങ്ങളെ, മനുഷ്യരുടെ ജീവൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒട്ടനവധി നവ സാമൂഹ്യ പ്രസ്ഥാനങ്ങളെ ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിൽ രൂപപ്പെടുകയുണ്ടായി. ആ പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്ന്, ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിന്റെ രൂപം കൊണ്ട ഇസ്ലാമിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന പല നവ സാമൂഹിക പ്രസ്ഥാനങ്ങളും മനുഷ്യനെയും മനുഷ്യന്റെ ജീവൽ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുക മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ കോർപ്പറേറ്റുകൾക്കെതിരെ, ഇന്ത്യയിലെ തന്നെ മുതലാളിത്ത വികസന സമ്പ്രദായങ്ങൾക്കെതിരെ, മാർക്സിസ്റ്റുകൾ പോലും മുതലാളിത്ത വികസന സമ്പ്രദായങ്ങളുടെ ദാസന്മാരായി അധപ്പതിച്ച ചരിത്രഘട്ടത്തിലെ മാർക്സത്തെക്കാൾ കരുത്തോടുകൂടി ഇസ്ലാമിന്റെ പ്രത്യയശാസ്ത്ര ഭൂമികയിൽ നിന്നുകൊണ്ട് പരിസ്ഥിതിയെക്കുറിച്ച്, വികസനത്തെക്കുറിച്ച്, കോർപ്പറേറ്റുകളുടെ ചൂഷണത്തെക്കുറിച്ച്, വെള്ളവും മണ്ണുമൊക്കെ കവർന്നെടുത്തുകൊണ്ടിരിക്കുന്ന ചൂഷക സംവിധാനങ്ങളെ കുറിച്ചൊക്കെ പ്രതികരിക്കുകയുണ്ടായി. മാർക്സുകളെ സംബന്ധിച്ചിടത്തോളം, കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അസഹനീയമായ ചില കാര്യങ്ങളായിരുന്നു. കേരളത്തിലെ ഇതുപോലെയുള്ള നവ സാമൂഹിക പ്രസ്ഥാനങ്ങൾ രൂപം കൊള്ളുകയും ഇസ്ലാമാകുന്ന മഹത്തായ പ്രത്യയശാസ്ത്രത്തിന്റെ വിമോചന പരതയുള്ള ഉള്ളടക്കങ്ങളോട് ആഭിമുഖ്യമുള്ള, അതിനോട് പ്രതിബദ്ധതയുള്ള ഒരു തലമുറ കേരളത്തിൽ വളർന്നു വരികയും ചെയ്യുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് കമ്മ്യൂണിസ്റ്റുകളെ EMSന്റെ തന്നെ അവസാന കാലഘട്ടത്തിലെ ചില കാതലായ നയംമാറ്റത്തിന് തുടക്കം കുറിച്ചത്. ആ നയംമാറ്റത്തിന്റെ തുടക്കമായിരുന്നു ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ ഉയർന്നു വന്ന ശരീഅത്ത് വിവാദ കാലഘട്ടം. കേരളത്തിലെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും പിന്തുണ നേടിയെടുത്തുകൊണ്ട് മുസ്ലിങ്ങളിൽ ഒരു ചെറിയ ന്യൂനപക്ഷത്തിന്റെ പിന്തുണയെ ഞങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ആ ന്യൂനപക്ഷങ്ങൾക്കാകട്ടെ ഇസ്ലാമിനോട് ആഭിമുഖ്യമുള്ള മുസ്ലിം ബഹുജനങ്ങൾക്കിടയിൽ വേണ്ടത്ര സ്വാധീനമൊന്നുമില്ല. മറിച്ച് പാർട്ടിയുടെ അധികാര തണലില്, നമ്മുടെ ഈ മലപ്പുറം ജില്ലയിലുള്ള കഴിഞ്ഞ ഒരു മന്ത്രിയെ പോലെ അധികാരമുണ്ടാക്കുമ്പോഴേ ഇങ്ങനെ പാർട്ടിയുടെ തണലിൽ ഇങ്ങനെ പലതും എഴുതി നടക്കാൻ പറ്റുമെന്നല്ലാതെ ബഹുജന പിന്തുണയൊന്നും നേടിയെടുക്കാൻ സാധ്യമല്ല. മുസ്ലിം സാമാന്യത്തിന്റെ മനസ്സുകളെ കീഴടക്കാൻ അവർക്ക് സാധ്യമല്ല. അങ്ങനെയുള്ള ഒരു ചെറിയ ന്യൂനപക്ഷത്തിന്റെ പിന്തുണ മാത്രമാണ് മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുള്ളൂ. അപ്പോൾ എന്താണ് വഴി? മുസ്ലിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിലുള്ള ഹിന്ദു ഭൂരിപക്ഷ സമുദായത്തിന്റെയും അതേപോലെ തന്നെ കേരളത്തിലെ മറ്റൊരു പ്രബല ന്യൂനപക്ഷമായ ക്രൈസ്തവരുടെയും പിന്തുണയോടുകൂടി ഇവിടെ തുടർഭരണം ഉറപ്പുവരുത്താനുള്ള സാധ്യതകളെ കുറിച്ചുള്ള ഒന്നാമത്തെ പരീക്ഷണം നടത്തിയത് സഖാവ് EMS നമ്പൂതിരിപ്പാടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ പരീക്ഷണം ഒരു ചീട്ട് കൊട്ടാരം പോലെ തകർന്നടിഞ്ഞുപോയി. അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചില്ല. പിന്നീട് മാർക്സിസ്റ്റുകൾ പരമാവധി മുസ്ലിങ്ങളെയും പ്രീണിപ്പിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് സദ്ദാം ഹുസൈന്റെ കട്ടൗട്ടുകളും 1921 ചരിത്ര പ്രസിദ്ധമായ ഇന്ത്യയിലെ കേരളത്തിലെ സ്വാതന്ത്ര്യ സമരത്തിന് ധീരമായി നേതൃത്വം നൽകിയ ഒരുപാട് വിപ്ലവകാരികളുടെ കട്ടൗട്ടുകളുമൊക്കെ പൊന്തിച്ചു പിടിച്ചുകൊണ്ട് അതൊക്കെ ഉയർത്തിക്കൊണ്ട് ഇവിടെ പാർട്ടി കോൺഗ്രസുകളും പാർട്ടി സമ്മേളനങ്ങളും ഒക്കെ നടന്നത്. ബാബരി മസ്ജിദ് ഫാസിസ്റ്റുകൾ തകർത്ത ഒരു ചരിത്ര പശ്ചാത്തലത്തില് ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിലുണ്ടായ അരക്ഷിതാവസ്ഥ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും മുസ്ലിങ്ങളെ കൂടെ നിർത്താനുള്ള ശ്രമം മാർക്സിസ്റ്റുകൾ നടത്തി. കഴിഞ്ഞ 25 വർഷം EMSന്റെ ശരീഅത്ത് പരീക്ഷണത്തിന് ശേഷമുള്ള 25 വർഷത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഈ സ്വഭാവത്തിലെ ന്യൂനപക്ഷങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങൾ ആദരവോട് കാണുന്ന ആളുകളെ കുറിച്ചൊക്കെയുള്ള മഹത്തായ അവധാനങ്ങൾ പാടിപ്പുകർത്തിക്കൊണ്ട് തന്നെ വോട്ട് തട്ടിയെടുക്കാനുള്ള ശ്രമം അവർ നടത്തിയിട്ടുണ്ട്. സവിശേഷമായി പറയുകയാണ് എങ്കിൽ ബാബരി മസ്ജിദ് ധ്വംസനം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളിലെ അങ്ങേയറ്റത്തെ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുകയും ഇന്ത്യ അന്ന് ഭരിച്ചിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ
കുറ്റകരമായ ഈ കുറ്റകൃത്യത്തിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട് എന്ന് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ തീരുമാനിക്കുകയും ചെയ്തപ്പോഴേ കോൺഗ്രസിനെതിരായി രൂപപ്പെട്ടു വന്ന ഈ ഒരു രാഷ്ട്രീയ ഭൂമികയെയും മാർക്സിസ്റ്റുകൾ ഉപയോഗപ്പെടുത്തി എന്നത് വസ്തുതയാണ്. പക്ഷേ കഴിഞ്ഞ 5-6 വർഷങ്ങളായി ചരിത്രം മാറി. ന്യൂനപക്ഷങ്ങൾക്ക് മനസ്സിലായി ഇന്ത്യയിൽ ഫാസിസത്തിനെതിരായ അതിശക്തമായ ഒരു ഐക്യനിര ഉയർത്തിക്കൊണ്ടുവരാന് ഇന്ത്യയിലെ ഇടതുപക്ഷങ്ങൾക്ക് ത്രാണിയില്ല. അവർക്ക് അധികാരമുണ്ടായിരുന്ന കഴിഞ്ഞ 2 പതിറ്റാണ്ടിലധികം 3 പതിറ്റാണ്ടോളം അവർ ഭരിച്ചിരുന്ന ഇന്ത്യയിലെ തന്നെ പശ്ചിമ ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചുവന്ന പതാക കാണണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലെ സിഗ്നലിന് കൊടുക്കുന്ന സ്റ്റേഷൻ മാസ്റ്ററുടെ ചുവന്ന കൊടിയിലേക്ക് നമ്മൾ നോക്കേണ്ടി വരും. അതാണ് പാർട്ടിയുടെ അവസ്ഥ. ഇങ്ങനെ ഇന്ത്യയിലെ 90കളിലെ ഇന്ത്യൻ പാർലമെന്റിൽ ഗണ്യമായ സ്വാധീനമുണ്ടായിരുന്ന ഇടതുപക്ഷങ്ങളെ നിഷ്ക്രിയമാവുകയും തിരോഭവിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, വ്യത്യസ്തങ്ങളായ കക്ഷികളെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉയർന്നു വന്നു. ഒന്നാമതായി. രണ്ടാമതായി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ചെറിയ തെറ്റ് തിരുത്താനുള്ള ചെറിയ ചെറിയ ചുവടുവയ്പ്പുകളും ഒക്കെ ഉണ്ടായി. കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഇന്ത്യ എന്ന് പറഞ്ഞാല് BJP എന്ന് പറയുന്ന സംഘപരിവാർ പ്രതിനിധാനം ചെയ്യുന്ന ഫാസിസത്തെ പ്രതിരോധിക്കുന്ന വിഷയത്തിൽ സാധ്യമല്ല എന്ന തിരിച്ചറിവിൽ നിന്ന് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളും തങ്ങളുടേതായ ആലോചനകളും ചിന്തകളുമായി മുന്നോട്ട് പോയപ്പോഴാണ് ഇവിടെയുള്ള സഖാക്കന്മാരെ ഒരു പുതിയ തന്ത്രവുമായി വന്നിരിക്കുന്നത്. ആ തന്ത്രമാണ് കഴിഞ്ഞ പഞ്ചായത്ത്, മുനിസിപ്പൽ, കോർപ്പറേഷൻ ഇലക്ഷനിൽ അവർ സ്വീകരിച്ച തന്ത്രം. ആ തന്ത്രത്തിന്റെ തുടർച്ച തന്നെയാണ് നിയമസഭാ ഇലക്ഷനിലും അവർ സ്വീകരിച്ചിരിക്കുന്ന തന്ത്രം. കേരളത്തിലെ മുസ്ലിങ്ങളെ ഒരു ഭീകര സംഘമായി ചിത്രീകരിക്കുക, മുസ്ലിം സമൂഹത്തിന്റെ കൂട്ടത്തിൽ ഇസ്ലാമിന്റെ വിമോചന പരിധിയുള്ള ഉള്ളടക്കങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന പാർട്ടികളെയും പ്രസ്ഥാനങ്ങളെയും ഒറ്റപ്പെടുത്തി ആക്രമിക്കുക. അതോടൊപ്പം തന്നെ മുസ്ലിങ്ങളിൽ നിന്ന് ഇത്തരം പാർട്ടികളിലും പ്രസ്ഥാനങ്ങളിലും അണിചേർന്നുകൊണ്ടിരിക്കുന്ന ജനവിഭാഗങ്ങളെ അടർത്തി മാറ്റുക. എന്നിട്ട് മുസ്ലിം വിരുദ്ധമായ ഒരു പൊതുബോധം കേരളത്തിൽ രൂപപ്പെട്ടിരിക്കുകയാണ് എന്നും ഈ പൊതുബോധത്തെ സമർത്ഥമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അധികാരം നിലനിർത്തുകയും ചെയ്യുക എന്ന വളരെ ഹീനമായ ഒരു അജണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ നടപ്പാക്കുകയുണ്ടായി. അങ്ങനെ നടപ്പാക്കിയതിന്റെ ഫലമായിട്ടാണ് ഇവിടെ പാലയിലെ ബിഷപ്പ് വിഷലിപ്തമായ ഒരു പ്രസ്താവന നടത്തിയപ്പോഴേ ആ ബിഷപ്പിനോട് തിരുത്താൻ ആവശ്യപ്പെടുന്നില്ല. അദ്ദേഹം പറഞ്ഞ് തെറ്റാണെന്ന് പറയുന്നില്ല. അദ്ദേഹത്തിന്റെ അരമനയിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് കേരളത്തിലെ പാർട്ടിയുടെ സഖാക്കളായ മന്ത്രിമാർ. പിന്നീട് കേരളത്തിൽ വമ്പിച്ച പ്രതിഷേധം ഉയർന്നു വന്നപ്പോഴേ മുഖ്യമന്ത്രി ചെറിയ പ്രസ്താവനകൾ നടത്തിയെന്ന വസ്തുത ഞാനിവിടെ മറച്ചു പിടിക്കുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം 10 ദിവസത്തിലധികം പിന്നിട്ടതിന് ശേഷം കേരളത്തിലെ പൊതുമാധ്യമങ്ങൾ ഒന്നടങ്കം, കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ ഒന്നടങ്കം, കേരളത്തിലെ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഒന്നടങ്കം തന്നെ പാർട്ടിയുടെ ഹിന്ദുത്വ പ്രീണന നയത്തിനെതിരെ പ്രതികരിക്കുകയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപമാനകരമായ പ്രസ്താവനകളെ BJPയുടെ നേതാക്കന്മാരെ പുറപ്പെടുവിപ്പിക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് വികൃതമായ സ്വന്തം മുഖം ഒന്ന് മിനുക്കാൻ വേണ്ടി നമ്മുടെ മുഖ്യമന്ത്രി ഒരു തിരുത്തൽ പ്രസ്താവനയുമായി രംഗത്ത് വന്നത്. പക്ഷേ ഇന്ന് വരെ 2 ആഴ്ച പിന്നിട്ടും ഈ വിഷലിപ്തമായ പ്രസ്താവനക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇത് ഇവിടെ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. കേരളത്തിൽ തന്നെ സമീപകാലത്തുണ്ടായ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോഴേ സമാനമായ സ്വഭാവത്തിലെ പാർട്ടി പ്രവർത്തിക്കുന്നതായി കാണാൻ സാധിക്കും. കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ ഇലക്ഷന്റെ വേളയിലെ ആഗിയ സോഫിയെ കുറിച്ചുള്ള വിവാദം കേരളത്തിലുണ്ടായി. യഥാർത്ഥത്തിൽ ആഗിയ സോഫിയ എന്ന് പറയുന്നത് തുർക്കിയിലുള്ള ഒരു പള്ളിയാണ്. കഴിഞ്ഞ 3 നൂറ്റാണ്ടിലധികമായി മുസ്ലിങ്ങൾ ആരാധന നിർവഹിച്ചിരുന്ന ഒരു പള്ളിയാണ്. ആ പള്ളിയാകുന്നതിന് മുമ്പ് അതൊരു ചർച്ചായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. തുർക്കിയിൽ ഇസ്ലാമിന്റെ മുസ്ലിങ്ങളുടെ അധീനതയിൽ തുർക്കി വന്നതോടുകൂടി ആഗിയ സോഫിയ ചർച്ചും ആ ചർച്ചിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഭരണകൂടവും തകർന്ന് തരിപ്പണമായപ്പോഴേ ആ ചർച്ച് വില കൊടുത്തുകൊണ്ട് അന്നത്തെ മുസ്ലിം ഭരണാധികാരികൾ വാങ്ങുകയും അങ്ങനെ അതിനെ ഒരു പള്ളിയാക്കി പരിവർത്തിപ്പിക്കുകയും ചെയ്തു എന്നതാണ് വിശ്വസനീയമായ ഒരു ചരിത്രം. പക്ഷേ തുർക്കിയിലെ കഴിഞ്ഞ 1920കളിലുണ്ടായ
മതേതരവൽക്കരണത്തെ തുടർന്ന് ആഗിയ സോഫിയ പള്ളി ഒരു മ്യൂസിയമാക്കി അവിടെയുള്ള ഭരണകൂടം മാറ്റി. 300 വർഷത്തിലധികമായി മുസ്ലിങ്ങൾ ആരാധന നിർവഹിച്ചിരുന്ന പള്ളി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 70 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മ്യൂസിയമാക്കി മാറ്റി. ഈ മ്യൂസിയമാക്കി മാറ്റിയതിനെതിരെ തുർക്കിയിൽ ഒരു കേസ് നടക്കുന്നുണ്ടായിരുന്നു. ആ കേസിലാണ് തുർക്കിയിലെ പരമോന്നത കോടതി അന്തിമ വിധി പുറപ്പെടുവിപ്പിക്കുകയും ആ മ്യൂസിയം എന്ന നിലയിൽ കൊണ്ടു നടത്തപ്പെടുന്ന മ്യൂസിയമാക്കുകയും പിന്നീട് അടച്ചുപൂട്ടപ്പെടുകയും ചെയ്ത ആ ആഗിയ സോഫിയ മുസ്ലിങ്ങൾക്ക് ആരാധനകൾ നിർവഹിക്കാൻ വേണ്ടി തുറന്നു കൊടുക്കണമെന്ന് തീരുമാനിക്കപ്പെടുകയും ചെയ്തു. തുർക്കിയിലെ ഇങ്ങനെ ആഗിയ സോഫിയ പള്ളി മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാൻ തുറന്നു കൊടുത്തത് കൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് അതൊരു പ്രശ്നമായിരുന്നില്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ അതിനെക്കുറിച്ച് പൊതുവായ ഒരു അഭിപ്രായം എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. കേരളത്തില് വ്യത്യസ്തങ്ങളായ മുസ്ലിം രാഷ്ട്രീയ കക്ഷികളുണ്ട്, മുസ്ലിം മതസംഘടനകളുണ്ട്. ഈ മത രാഷ്ട്രീയ സാംസ്കാരിക സംഘങ്ങൾ ഒന്നും തന്നെ ആഗിയ സോഫിയ പള്ളി മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാൻ വേണ്ടി തുർക്കിയിൽ തുറന്നു കൊടുത്തതിനെ കുറിച്ച് ഒരു പ്രസ്താവനയും അതിനെ ആഹ്ലാദിച്ചുകൊണ്ട്, അതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട്, അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല. കാരണം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് തുർക്കിയിൽ വല്ല പള്ളിയും പുറത്തിറക്കുന്നുണ്ടോ, ബംഗ്ലാദേശിൽ പള്ളി അടക്കുന്നുണ്ടോ, ഇന്തോനേഷ്യയിൽ പള്ളി നിർമ്മിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള മുസ്ലിം പള്ളികളെ കുറിച്ച് സംസാരിക്കേണ്ട ബാധ്യതയൊന്നും മുസ്ലിങ്ങൾക്കില്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഇന്ത്യയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ട ബാബരി മസ്ജിദ് ഇവിടെ അന്യായമായി തെറ്റായ ഒരു വിധി പ്രമാണത്തിലൂടെ ഹിന്ദുത്വ ശക്തികളുടെ ഹിന്ദുത്വ ശക്തികളുടെ അടിമകളായ ചില ന്യായാധിപന്മാർ അവർക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട്. പക്ഷെ മുസ്ലിങ്ങളെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. മുസ്ലിങ്ങൾ അതാണ്, മുസ്ലിങ്ങളുടെ സ്റ്റാൻഡാണത്. കേരളത്തിലെ ഒരു മുസ്ലിം സംഘടനയും ഔദ്യോഗികമായി ആഗിയ സോഫിയ പള്ളി പ്രശ്നത്തെ പിന്തുണച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിനെ എതിർത്തുകൊണ്ടോ പ്രസ്താവന ഇറക്കിയിട്ടില്ല. മറിച്ച് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ചെറുപ്പക്കാരുണ്ട്, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ബുദ്ധിജീവികളുണ്ട്, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ എഴുത്തുകാരുണ്ട്, മുസ്ലിങ്ങളുടെ കൂട്ടത്തിലെ സോഷ്യൽ മീഡിയയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ചില ആളുകളെ ആഗിയ സോഫിയ പ്രശ്നം വന്നപ്പോൾ വ്യത്യസ്തമായ നിലപാടുകൾ പ്രകടിപ്പിച്ചു. ചില ആളുകൾ പറഞ്ഞു, തുർക്കി ചെയ്ത ഈ രീതി ശരിയല്ല, ഇസ്ലാമിന്റെ തന്നെ അടിസ്ഥാന സങ്കല്പങ്ങളുമായി അത് ഒത്തുപോകുന്നില്ല. ആ പള്ളി ഒരു മ്യൂസിയമാക്കി നിലനിർത്തിക്കൊണ്ട് നിലനിൽക്കുന്ന മതസൗഹൃദം സംരക്ഷിക്കാനായിരുന്നു തുർക്കിയിലെ ഭരണകൂടം ശ്രമിക്കേണ്ടിയിരുന്നത് എന്ന് ചില ആളുകൾ എഴുതി. വേറെ ചില ആളുകൾ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഈ നടപടിയെ ശ്ലാഘിച്ചുകൊണ്ടും അഭിനന്ദിച്ചുകൊണ്ടും തുർക്കിയിലെ അൾട്രാ സെക്യൂലറിസ്റ്റ് മതേതരത്വം അനുഭവിക്കുന്ന പ്രതിസന്ധിയെയാണ് ഇത് അടിവരയിടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില കമന്റുകൾ രേഖപ്പെടുത്തി. വേറെ ചില ആളുകളായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ തുർക്കിയിൽ എന്ത് നടക്കുന്നു, ബംഗ്ലാദേശിൽ എന്ത് നടന്നു എന്നൊക്കെ ചോദിച്ച് അതിൻ്റെയൊക്കെ പിറകെ പോകുന്നതിന് പകരം മുസ്ലിങ്ങളെ മൗനം പാലിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇതാണ് യഥാർത്ഥത്തിലെ ആഗിയ സോഫി പ്രശ്നത്തിൽ സംഭവിച്ചത്. പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ ആഗിയ സോഫിയ നടപടിയെ ശ്ലാഘിച്ചുകൊണ്ടുള്ള ലേഖനം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഒരു മതപ്രസ്ഥാനത്തിന്റെ ഔദ്യോഗികമായ ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ചു വന്നു. ആഗിയ സോഫിയ വിഷയത്തിൽ ആദ്യമായി പ്രസിദ്ധീകൃതമായ ലേഖനം അതാണ്. ആ ലേഖനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിന്തുണക്കുന്ന ഒരു മതപ്രസ്ഥാനത്തിന്റെ ദിനപത്രത്തിലാണ് ആ ലേഖനം ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേ സമാനമായ മറ്റൊരു ലേഖനം കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാഷ്ട്രീയ കക്ഷിയുടെ ദിനപത്രത്തിലും പ്രസിദ്ധീകരിച്ചു വന്നു. ഈ ലേഖനം പോലും വ്യക്തികളുടെ അഭിപ്രായ പ്രകടനമായിരുന്നു. മുസ്ലിം രാഷ്ട്രീയ കക്ഷിയുടെ ദിനപത്രത്തിലെ ഈ ലേഖനം പ്രസിദ്ധീകരിച്ചു വന്ന തൊട്ടുടനെ തന്നെ നമ്മുടെ സഖാവ് കോടിയേരി ബാലകൃഷ്ണനെ പ്രസ്താവന ഇറക്കി. തുർക്കിയിലെ മതരാഷ്ട്രവാദികളായ ഉർദുഗാനെ പിന്തുണക്കുന്ന ജമായത്തെ ഇസ്ലാമിയുടെ ആലയിൽ കൊണ്ടുപോയി കെട്ടിയിടപ്പെട്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് ഇവിടെയുള്ള ഈ രാഷ്ട്രീയ കക്ഷി എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിൽ കാടിളക്കുന്ന പ്രചാരണത്തിന് കമ്മ്യൂണിസ്റ്റുകൾ നേതൃത്വം നൽകി. ആഗിയ സോഫിയ പ്രശ്നത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ഇത്രമാത്രം വർഗീയ വിദ്വേഷം ഇവിടെ പ്രചരിപ്പിച്ചത് ക്രിസ്ത്യാനികളായിരുന്നില്ല, കമ്മ്യൂണിസ്റ്റുകളായിരുന്നു. അതിന് തുടക്കം കുറിച്ചത് സഖാവ്
കോടിയേരി ബാലകൃഷ്ണനാണ്. അദ്ദേഹമാണ് ആ പ്രസ്താവന ഇറക്കി. നിങ്ങൾക്ക് ആഗിയ സോഫിയയുടെ നാൾവഴികൾ പരിശോധിക്കാം. ആദ്യത്തെ ലേഖനം എവിടെയാണ് പ്രസിദ്ധീകൃതമായത് എന്ന്. തങ്ങളെ പിന്തുണക്കുന്ന, തങ്ങളുടെ വാലാട്ടികളായി ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു മതപ്രസ്ഥാനത്തിന്റെ നേതാവ് ലേഖനം എഴുതിയപ്പോൾ ആ ലേഖനത്തെ കുറിച്ച് മൗനം പാലിക്കുകയും തങ്ങളെ എതിർക്കുന്ന UDF മുന്നണിയിലുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയുടെ മുഖപത്രത്തിലെ ഒരു ലേഖനം വന്നപ്പോൾ ആ ലേഖനത്തെ പ്രശ്നവൽക്കരിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങുനിങ്ങോളം ഒരു മുസ്ലിം വർഗീയ വിദ്വേഷം സൃഷ്ടിക്കാനോ ആഗിയ സോഫിയ വിഷയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകളെ സമാഹരിക്കാനുമുള്ള ഗൂഢമായ ശ്രമം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഫാസിസ്റ്റുകളെ പോലും ലജ്ജിപ്പിക്കുന്ന ഹീനമായ ശ്രമത്തിന് കമ്മ്യൂണിസ്റ്റുകൾ നേതൃത്വം കൊടുത്തു. ഇതിവിടെ സംഭവമാണ്. ഇത് തന്നെയാണ് താലിബാൻ പ്രശ്നത്തിനുമുണ്ടായത്. താലിബാൻ അഫ്ഗാനിസ്ഥാനിലെ അധികാരത്തിലെത്തി. താലിബാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? താലിബാൻ എന്ന് പറഞ്ഞാല് മറ്റു മതവിശ്വാസികളുടെ താലിബാൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് ഇസ്ലാമിനെ മനസ്സിലാക്കിയെടുത്തും ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുന്നിടത്തും ചില കൺസർവേറ്റീവ് ചിന്തകളുണ്ട് എന്നത് ലോകത്തുള്ള മുസ്ലിങ്ങൾ എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. അതല്ലാതെ താലിബാനെ കണ്ട ആളുകളുടെ മുമ്പിലൊക്കെ ഇന്നലെ ആ ഫോട്ടോഗ്രാഫർ തുള്ളിക്കളിച്ചതുപോലെ കണ്ട അമുസ്ലിങ്ങളുടെയൊക്കെ മൃതദേഹങ്ങളുടെ മുമ്പിൽ തുള്ളിക്കളിക്കുകയോ ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മുഴുവൻ അമുസ്ലിങ്ങളെയും പുറത്താക്കുമെന്ന് ഗോൾവാൾക്കറും സവർക്കറും ഒക്കെ എഴുതി വെച്ചതുപോലെ എഴുതി വെക്കുകയോ ചെയ്ത ഒരു പ്രസ്ഥാനമൊന്നുമല്ല. മറിച്ച് താലിബാൻ എന്ന് പറഞ്ഞാല് കുറച്ചുകൂടി യാഥാസ്ഥിതികമായ വീക്ഷണമുള്ള ഒരു മതപ്രസ്ഥാനമായിരുന്നു. ആ പ്രസ്ഥാനം തന്നെ രൂപം കൊണ്ടത് ഒരു ചരിത്ര സാഹചര്യത്തിലാണ്. ഈ അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് അധിനിവേശത്തെ ചെറുത്തു തോൽപ്പിച്ച മുജാഹിദുകൾ തമ്മിൽ ആഭ്യന്തര കലഹം രൂപപ്പെട്ട ഒരു പശ്ചാത്തലത്തിലാണ് താലിബാൻ അധികാരം പിടിച്ചടക്കുന്നത്. ആ താലിബാനിനെ അധികാരത്തിൽ നിന്ന് പുറന്തള്ളി 5 വർഷത്തോളം അധികാരത്തിലുള്ള താലിബാനെ അമേരിക്കൻ സാമ്രാജ്യത്വം സെപ്റ്റംബർ 11 ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് പുറന്തള്ളുന്നത്. സെപ്റ്റംബർ 11 കാരണക്കാര് താലിബാനാണ് എന്ന് ആരും പറഞ്ഞിട്ടില്ല. അൽ ഖായിദയാണ് എന്നും ഉസാമ ബിൻ ലാദനാണ് എന്നും അദ്ദേഹത്തിന് അഭയം കൊടുത്തത് താലിബാനാണ് എന്നൊക്കെ പറയപ്പെടുന്നത്. ആരാണ് ഉസാമ ബിൻ ലാദൻ, ആരാണ് അൽ ഖായിദ എന്നൊക്കെ ഏറ്റവും കൂടുതൽ അറിയുന്നത് ഈ സാമ്രാജ്യത്വ ശക്തികൾക്ക് തന്നെയാണ്. അവർ തന്നെ തരം കിട്ടുമ്പോൾ ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്താനും മുസ്ലിങ്ങളെ ഒരു ഭീകര പ്രസ്ഥാനമായി ചിത്രീകരിക്കാനും പല സംഘങ്ങൾക്കും അഡ്രസ് ഇല്ലാത്ത, മേൽവിലാസമില്ലാത്ത പല സംഘങ്ങൾക്കും രൂപം കൊടുക്കാറുണ്ട് എന്നതും അങ്ങനെയുള്ള സംഘങ്ങളിൽ ഒന്നാണ് അൽ ഖായിദയും ISIS എന്നൊക്കെയാണ് ലോകത്തെ കുറിച്ച് അറിയുന്ന പല ചിന്തകന്മാരും പല സാമൂഹിക വിശകലന വിദഗ്ധന്മാരും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും താലിബാനെ അമേരിക്ക അധികാര നിഷ്കാസനം ചെയ്ത് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു അധിനിവേശ, ഒരു കൊളോണിയൽ ഭരണകൂടം അഫ്ഗാനിസ്ഥാനിൽ നിലവിലുണ്ടായി. 20 വർഷക്കാലം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ ഇറക്കുമതി ചെയ്ത്, പട്ടാളത്തെയും സൈന്യത്തെയും ഇറക്കുമതി ചെയ്ത് അമേരിക്കയുടെയും നാറ്റോവിന്റെയും പിന്തുണയോടുകൂടി അഫ്ഗാനിസ്ഥാനിൽ പിടിമുറുക്കാന് അവിടെയുള്ള ഒരു സംഘം പാവകളായ മുസ്ലിം നേതൃത്വം വരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അമേരിക്ക ശ്രമിച്ചുവെങ്കിലും അമേരിക്കക്ക് അഫ്ഗാനിസ്ഥാനിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. സർവായുധങ്ങളുള്ള, അത്യാധുനികമായ യുദ്ധോപകരണങ്ങളുള്ള ഒരു സാമ്രാജ്യത്വ ശക്തിക്ക് ഒരു സാധാരണക്കാരായ ഒരു ജനതയോട്, അധിനിവേശ മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സാമ്രാജ്യത്വ ശക്തിക്ക് ഒരു നാട്ടിലെ ജനതയോട് പിടിച്ചു നിൽക്കാൻ സാധ്യമാകാതെ അവർ ആ രാജ്യത്തിന് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് ആ നാട്ടിൽ നിന്ന് അവർ വിട്ടുപോകാൻ തീരുമാനിച്ചപ്പോൾ ലോകത്തുള്ള പലരും അത് അഫ്ഗാൻ സ്വതന്ത്രമായി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്നത്തെ ദേശാഭിമാനി പത്രത്തിൽ തന്നെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ പതനത്തെ കുറിച്ചുള്ള വലിയ ഒരു കവർ സ്റ്റോറി, അതിനെക്കുറിച്ചുള്ള വെണ്ടക്ക തലക്കെട്ട് വന്നിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് താലിബാന്റെ ചെറുത്തുനിൽപ്പിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധ്യമാകാതെ അമേരിക്കൻ സാമ്രാജ്യത്വം പിന്തുടരുന്ന ആ ചരിത്ര മുഹൂർത്തത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇത് തന്നെയേ കേരളത്തിലെ മുസ്ലിങ്ങളും ചെയ്തിട്ടുള്ളൂ, മുസ്ലിം മാധ്യമങ്ങളും ചെയ്തിട്ടുള്ളൂ. ആരും താലിബാനിന് വേണ്ടി ഇവിടെ ജയ് വിളിച്ചിട്ടില്ല. താലിബാൻ എന്ന് പറഞ്ഞാല് ഇന്ത്യയിലെയും കേരളത്തിലെയും മുസ്ലിങ്ങളുടെ മാതൃപ്രസ്ഥാനമാണ് എന്ന് കേരളത്തിലെ ഒരു മുസ്ലിം നേതാവും ഒരു മുസ്ലിം രാഷ്ട്രീയ കക്ഷിയും ഒരു മതകക്ഷിയും പറഞ്ഞിട്ടില്ല. താലിബാൻ ഉയർത്തിപ്പിടിക്കുന്ന
ആ യാഥാസ്ഥിതികമായ സമീപനങ്ങൾ തിരുത്തണമെന്നും അങ്ങനെ തിരുത്തിക്കൊണ്ട് ഇസ്ലാമിന്റെ ജനാധിപത്യ ഉള്ളടക്കങ്ങളും ഇസ്ലാമിന്റെ വിമോചന ഉള്ളടക്കങ്ങളും ഒക്കെ ഉള്ള ഒരു ഭരണകൂടമായി അത് മാറാൻ വേണ്ടി പരിശ്രമിക്കണമെന്നുമാണ് കേരളത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളും, കേരളത്തിലെ മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും പറഞ്ഞത്. താലിബാനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് താലിബാനെ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞുകൊണ്ടുള്ള ഏറ്റവും ആർജവത്വമുള്ള ഉജ്ജ്വലമായ ഒരു ലേഖനം എഴുതിയത് ഭദ്രകുമാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കാലത്ത് അഫ്ഗാനിസ്ഥാനിലൊക്കെ നയതന്ത്ര മേഖലയിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥൻ കലാകൗമുദി വാരികയിലായിരുന്നു. വേറെ എവിടെയും താലിബാനെ കുറിച്ച് മുസ്ലിങ്ങൾ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഉടനെ തന്നെ ഇവിടെയുള്ള സഖാക്കൾ ഉറഞ്ഞു തുള്ളാൻ ആരംഭിച്ചു. പേടിയാവുന്നു, താലിബാനെ പിന്തുണക്കുന്ന മുസ്ലിങ്ങളെ കണ്ടിട്ട് അവർക്ക് പേടിയാവുന്നു എന്നാണ് പറഞ്ഞത്. താലിബാനെ മുസ്ലിങ്ങൾ പിന്തുണച്ചോ? ആഗിയ സോഫിയ വിഷയത്തിലെ തുർക്കി ഗവൺമെന്റിന് അനുകൂലമായി കേരളത്തിലെ മുസ്ലിങ്ങൾ എന്താ ഇവിടെ പ്രകടനമോ അല്ലെങ്കിൽ ആഹ്ലാദ പ്രകടനമോ ഒന്നും നടത്തിയിട്ടില്ല. പക്ഷേ താലിബാനിന് അനുകൂലമായി ചിന്തിക്കുന്ന ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ കേരളത്തിലുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ പേടിയാവുന്നു എന്ന് പറഞ്ഞത് കേരളത്തിലെ സാധാരണ ഒരു മൂന്നാംകിട രാഷ്ട്രീയ നേതാവല്ല, കമ്മ്യൂണിസ്റ്റുകളുടെ തന്നെ ഏറ്റവും ആശയ തലത്തിൽ കമ്മ്യൂണിസത്തെ അവതരിപ്പിക്കുന്ന ചില ചിന്തകന്മാർ വരെ ഇങ്ങനെയുള്ള പേടിയാവുന്നു പോസ്റ്റുകൾ റീപോസ്റ്റ് ചെയ്യുകയുണ്ടായി. എന്താണ് അവർക്ക് പേടിയാകാനുള്ള കാരണം? താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ഭരണം കണ്ടപ്പോൾ അവർക്ക് പേടിയാകുന്നു. ഇന്ത്യയിലെ ഫാസിസ്റ്റുകൾ സംഹാര നൃത്തം ചവിട്ടുമ്പോൾ പേടിയാകാത്തവര്, ഇന്ത്യയിലെ തന്നെ മുസ്ലിങ്ങളുടെ ജീവനും അവരുടെ സ്വത്തിനും നേരെ നഗ്നമായ കയ്യേറ്റ് നടക്കുമ്പോൾ ഇവിടെ പേടിയാവുന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ പ്രസ്താവന എടുക്കാറില്ല. കേരളത്തിലെ താലിബാനെതിരായ ഒരു മനോഭാവം ഉണ്ടാക്കിക്കൊണ്ട് കേരളത്തിലെ ഹിന്ദു മതവിശ്വാസികൾക്കിടയിലും ക്രിസ്തു മതവിശ്വാസികൾക്കിടയിലും ഒരു ഏകീകരണം രൂപപ്പെടുത്താനുള്ള ഒരു അവസരമാക്കി ഇതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ എന്ന ആലോചനയിൽ നിന്നാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ ഈ പ്രസ്താവന നടത്തിയത്. അങ്ങനെ താലിബാന്റെ പേര് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങളെ ഭീകരന്മാരാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമം നടന്നു. നാളെ മറ്റന്നാൾ ഈ താലിബാനെ തന്നെ അംഗീകരിച്ച രാജ്യങ്ങള് താലിബാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഇവരുടെ തന്നെ നേതാക്കന്മാരുടെ, ഇവരുടെ തന്നെ സ്വർഗമായ സോവിയറ്റ് റഷ്യ, ഇവരുടെ തന്നെ സ്വർഗമായ കമ്മ്യൂണിസ്റ്റ് ചൈനയാണ്. താലിബാനെ തന്നെ പിന്തുണക്കുന്ന ലോകത്തുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്ന് ചൈനയാണ് എന്നതൊരു വസ്തുതയാണ്. റഷ്യയും താലിബാനെ പിന്തുണക്കുന്നുണ്ട്. ലോകത്തുള്ള ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ അതിനെ പിന്തുണയ്ക്കേണ്ടി വരുമെന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകന്മാരും രേഖപ്പെടുത്തുന്നത്. കാരണം താലിബാനിന് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതൊരു രാജ്യത്തിന്റെ ഭാഗമായി കഴിഞ്ഞാൽ അവരുടെ കൂടെ നിന്ന് അവരെ കറക്റ്റ് ചെയ്ത് അവരെ ശരിയാക്കാനുള്ള ശ്രമങ്ങളാണ് ലോക രാഷ്ട്രീയത്തിൽ ഉണ്ടാകേണ്ടത്. അത്തരം ശ്രമത്തെക്കുറിച്ചുള്ള ആലോചനകളാണ് ലോകത്ത് നടക്കുന്നത്. കേരളത്തിൽ മാത്രം താലിബാനെ പിന്തുണച്ചു എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ മുഴുവനും തന്നെ താലിബാനിസ്റ്റുകളായി മുദ്രയടിക്കാനുള്ള ശ്രമം ഇവിടെ ഉണ്ടായി. താലിബാനിസ്റ്റുകളായി മുദ്രയടിക്കാനുള്ള ശ്രമം, ഈ ശ്രമങ്ങൾ ഒരു ഒറ്റപ്പെട്ട ശ്രമങ്ങളല്ല. എന്ത് പ്രശ്നം വന്നാലും ലവ് ജിഹാദിനെ കുറിച്ചും നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചും ഒക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യന്റെ സ്വതന്ത്ര ആവിഷ്കാരങ്ങൾക്കെതിരായ പോരാട്ടങ്ങളും സ്വതന്ത്ര ആവിഷ്കാരങ്ങളെ എതിർക്കുന്ന സമീപനങ്ങളും ഉണ്ടാകുമ്പോൾ മനുഷ്യന്റെ സ്വതന്ത്ര ആവിഷ്കാരങ്ങളെ പിന്തുണയ്ക്കേണ്ടവരാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷം. കേരളത്തിൽ ഒരു പെൺകുട്ടി മതം മാറിയപ്പോൾ ആ പെൺകുട്ടിക്ക് താൻ മതം മാറി എന്ന് തെളിയിക്കാൻ വേണ്ടി സ്വന്തം വീട്ടില് മാസങ്ങളോളം വീട്ടുതടങ്കലിൽ ഇരിക്കേണ്ടി വന്നു. ആ പെൺകുട്ടിക്ക് സുപ്രീം കോടതിയിലെ മുമ്പിൽ പോയി യാചിക്കേണ്ടി വന്നു. ഞാൻ മതം മാറി എന്ന് അംഗീകരിച്ചു തന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ജീവിക്കാനുള്ള അനുവാദം വേണമെന്ന് പറയാൻ. ആ സന്ദർഭത്തിൽ പോലും ഈ മതം മാറിയ പെൺകുട്ടിക്ക് എതിരായ നിലപാട് സ്വീകരിച്ചിട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച്, അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ച്, ചിന്താ സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളെ ആ പെൺകുട്ടിക്കെതിരായ പ്രസ്താവനയാണ് ഇവിടെ ഇറക്കിയത് എന്ന് കേരളത്തിലെ അന്നത്തെ അനുഭവം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. മുസ്ലിങ്ങളെ ഭീകരവൽക്കരിച്ചുകൊണ്ട് മാർക്സിസ്റ്റുകൾക്ക് ഇവിടെ നേടാൻ സാധിക്കുന്ന നേട്ടം വളരെ ചെറിയ ഒരു നേട്ടമാണ്. ഹിന്ദുത്വ ഫാസിസ്റ്റുകളോടൊപ്പം മത്സരിച്ചുകൊണ്ട് അവര് ഏതൊരു വയലിൽ നിന്നാണോ അവരുടെ വിളവ് കൊയ്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതേ വയലിൽ നിന്ന്
അതേ വിള തന്നെ കൊയ്തെടുക്കാൻ ശ്രമിക്കുന്നവരാണ് കേരളത്തിലെ മാർക്സിസ്റ്റ് സുഹൃത്തുക്കളെ. ഇതിനു വേണ്ടിയുള്ള ഒരു മത്സരമാണ്. ആരാണ് ഹിന്ദുത്വത്തിന്റെ ഒന്നാമത്തെ വക്താക്കൾ എന്ന് നോക്കിക്കൊണ്ടുള്ള ഒരു മത്സരം ഇവിടെ നടക്കുമ്പോൾ ഈ മത്സരത്തിന്റെ ബലിയാടാക്കി മാറ്റുകയാണ് കേരളത്തിലെ മുസ്ലിങ്ങളെയും മുസ്ലിം പ്രസ്ഥാനങ്ങളെയും. ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാനുണ്ട്. യഥാർത്ഥത്തില് മാർക്സിസ്റ്റുകളോടും ഇന്ത്യയിലെ ഫാസിസ്റ്റുകളോടും മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ കലുഷിതമായ പ്രചാരണം നടത്തുന്ന ക്രൈസ്തവരോടും ഞങ്ങൾക്ക് പറയാനുള്ള ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ പറയുന്നത് പോലെ സംസാരിക്കാനേ ഒന്നാമതായി ഞങ്ങൾക്ക് സാധ്യമല്ല. കാരണം ഞങ്ങളൊരു മഹത്തായ ആശയത്തിൽ വിശ്വസിക്കുന്നവരാണ്. പ്രവാചകനെ അഭിശംസിക്കുമ്പോൾ പ്രവാചകനെ കുറിച്ച് ആളുകൾക്ക് കേട്ടാൽ അറപ്പുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്, ഹീനമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവാചകനെ അധിക്ഷേപിക്കുമ്പോൾ ഞങ്ങൾക്ക് ആ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ അധിക്ഷേപിക്കാൻ സാധ്യമല്ല. നിർബന്ധിത മതപരിവർത്തനത്തെ കുറിച്ച് പറയുമ്പോൾ കൊളോണിയൽ കാലഘട്ടത്തിൽ 1492 കൊളംബസ്, സ്പാനിഷ് സഞ്ചാരിയായ കൊളംബസ് ഇസബെല്ല രാജ്ഞിയുടെയും ഫെർണാണ്ടസിന്റെയും ആ വിൽപത്രവുമായി വാങ്ങിക്കൊണ്ട് കരീബിയൻ ദ്വീപുകളിലേക്കും അമേരിക്കയിലേക്കും ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്കും കൊളംബസിന്റെ പിന്മുറക്കാരും പോയി. അവരെങ്ങനെയാണ് ആ നാട്ടിലുള്ള ജനങ്ങളുടെ മതവിശ്വാസത്തെ കവർന്നെടുത്തത് എന്ന ഭീകരമായ ചരിത്ര ഗ്രന്ഥത്തിലുണ്ട്. പക്ഷെ അതൊന്നും പറയാനേ ഞങ്ങളിവിടെ ഉദ്ദേശിക്കുന്നില്ല. 1492 കൊളംബസിന്റെ അധിനിവേശത്തിന് ശേഷം അമേരിക്കൻ ഹോളോകോസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അമേരിക്കൻ വൻകരയിലുണ്ടായ ആ ഭീകരമായ മതപരിത്യാഗത്തെക്കുറിച്ചും മതപരിവർത്തനത്തെക്കുറിച്ചും ആ വൻകര ഒന്നടങ്കം വെള്ളക്കാർ എങ്ങനെ കീഴടക്കി എന്നതിനെ കുറിച്ചുള്ള ഭീകരമായ വർത്തമാനങ്ങളെ മതേതര ചിന്തകന്മാരായ ഒരുപാട് എഴുത്തുകാർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും വായിച്ചുകൊണ്ട് അന്തരീക്ഷം വഷളാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ചരിത്രം അത് ചരിത്രമാണ്. ഞങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്നത് വർത്തമാനത്തെയാണ്. എനിക്ക് ക്രിസ്തു മതവിശ്വാസികളോടും ഹിന്ദു മതവിശ്വാസികളോടും കമ്മ്യൂണിസ്റ്റുകളോടും ഒരുപോലെ ചോദിക്കാനുള്ളത്, മതപരിവർത്തനം എന്ന് പറയുന്നത് കുറ്റകരമായ ഒരു പാപമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? അങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിൽ പാർട്ടികൾ മാറാൻ പാടില്ല, മതങ്ങൾ മാറാൻ പാടില്ല, ജാതികൾ മാറാൻ പാടില്ല. മതങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പ്രൊട്ടസ്റ്റൻസ്, കത്തോലിക്കൻസ്, പെന്തക്കോസ്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിലും മുസ്ലിം വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ വ്യത്യസ്ത പ്രത്യസ്തങ്ങളുണ്ട്. ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ആരുടെ ബുദ്ധിയെ, ആരുടെ സ്വതന്ത്ര ആവിഷ്കാരത്തെയാണ് ഇൻസൾട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾ ഒന്നാമതായി ആലോചിക്കണം. രണ്ടാമതായി, ഇന്ത്യയിലെയും കേരളത്തിലെയും മുസ്ലിങ്ങളെ ജീവിക്കുന്നത് ഈ നാട്ടിലാണ്. മുസ്ലിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് ഈ നാട്ടിലെ മനുഷ്യന്മാർക്കറിയാം. അവർക്ക് മദ്യത്തോടുള്ള സമീപനം എന്താണ്, അവർക്ക് നിഷിദ്ധങ്ങളുള്ള സമീപനം എന്താണ്. മുസ്ലിങ്ങള് അവർക്ക് നിഷിദ്ധമായ കാര്യങ്ങൾ വർജിക്കുന്നത് പോലും ഒരു ഭീകര പ്രവൃത്തിയാണ് എന്ന സ്വഭാവത്തിലുള്ള പ്രചാരണം ഇവിടെ നടക്കുന്നുണ്ട്. ലവ് ജിഹാദ്, പ്രണയത്തിനോടൊപ്പം ജിഹാദ്, സാമ്പത്തിക ജിഹാദ്. മുസ്ലിങ്ങൾ പലിശ വാങ്ങാതിരുന്നപ്പോൾ അതും ജിഹാദാണ്. മുസ്ലിങ്ങൾ പലിശ വാങ്ങുന്നില്ല എന്നത് ജിഹാദ്. ഇവിടെയുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് ബാങ്കുകളിൽ നിക്ഷേപിച്ചിട്ട് സാധാരണക്കാരന്റെ പണം കവർന്നെടുക്കുന്ന ഷൈലോക്കുമാറെ പോലെ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കുകളിൽ കുമിഞ്ഞുകൂടുന്ന പണം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, കേരളത്തിലെ മുസ്ലിങ്ങളെ സ്വീകരിക്കണ്ടെന്ന് തീരുമാനിക്കുമ്പോഴേ അത് സാമ്പത്തിക ജിഹാദാകുന്നു. മുസ്ലിങ്ങളെ അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം സ്വീകരിക്കുമ്പോഴേ അത് വസ്ത്ര ജിഹാദാകുന്നു. മുസ്ലിങ്ങളെ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുമ്പോഴേ അത് ഭക്ഷണ ജിഹാദാകുന്നു. ഇങ്ങനെ ഒരു സമുദായം അവർക്ക് ഇഷ്ടപ്പെട്ട വിശ്വാസ പ്രമാണം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നതിന് മുഴുവനും തന്നെ ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് ജിഹാദിനൊരു തെറ്റായ ഒരർത്ഥം ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ജിഹാദിന്റെ അർത്ഥം അതല്ലെങ്കിലും ജിഹാദിന് ലോകത്ത് നിലനിൽക്കുന്ന ഒരു തെറ്റായ അർത്ഥം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജിഹാദി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമുദായത്തെ ആക്ഷേപിക്കുമ്പോഴേ നിങ്ങൾ അറിയണം, ഈ നാട്ടിലെ മുസ്ലിങ്ങൾ ജീവിക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങളുടെ ഇടയിലാണ്. മുസ്ലിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് പഠിക്കാൻ വേണ്ടി ഈ നാട്ടിലെ സാധാരണക്കാരായ ക്രിസ്ത്യാനിക്കോ സാധാരണക്കാരനായ മുസ്ലിമിനോ ഏതെങ്കിലും പള്ളി അരമനകളിൽ വരേണ്ടതില്ല, AKG സെന്ററിൽ വരേണ്ടതില്ല,
ഏതെങ്കിലും അധികാര രാഷ്ട്രീയത്തിന് വേണ്ടി ഇന്ത്യയിലെ മഹത്തായ മതത്തെ കൊന്നു കുഴിച്ചുമൂടിയ സംഘ് പരിവാറിന്റെ ആ ആയുധ പരിശീലന കേന്ദ്രത്തിൽ വരേണ്ടതില്ല. മറിച്ച് ഏതൊരു ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഏതൊരു മതരഹിതനായ ആളുകൾക്കും മതനിഷേധിക്കും തുറന്ന പുസ്തകം പോലെ അവന്റെ ഇടയിലെ മുസ്ലിമിന്റെ ജീവിതമുണ്ട്. ഈ ജീവിതത്തെ നോക്കിക്കൊണ്ട് അവരുടെ ജീവിത നിലപാടുകളെ വിലയിരുത്താന് ഈ നാട്ടിലെ മനുഷ്യർ മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വിദ്വേഷ കലുഷിതമായ പ്രചാരണത്തെ തടുത്തു നിർത്തണമെങ്കിൽ ആളുകൾ കൂടുതൽ പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനും തിരിച്ചറിയാനും ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തില് ആളുകള് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടക്കാനും ഒക്കെ സാധിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടേണ്ടത്. ഇത്തരം ഒരു അവസ്ഥ സൃഷ്ടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ബോധപൂർവം ഈ മതരഹിത മതനിഷേധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഏതാനും പുരോഹിതന്മാരും അതുപോലെ തന്നെ ഫാസിസ്റ്റുകളും ഇവിടെ പുകമറ തീർത്തുകൊണ്ടിരിക്കുന്നത്. ഈ പുകമറയെ അതിജയിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിന് സർവശക്തൻ തുണക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിപാടിക്ക് നന്ദി അർപ്പിക്കുവാൻ വേണ്ടി സോളിഡാരിറ്റി ജില്ലാ